ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് മിച്ചർ. മിച്ചർ ഇപ്പോൾ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ കാണുകയില്ല. അപ്പം നമുക്കിനി ബേക്കറിയിൽ പോയി മിച്ചർ വാങ്ങിക്കേണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നമ്മുടെ ചായ ഗ്ലാസിൻ്റെ അളവിൽ 2 ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കിപ്പം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ സ്പൂണിൻ്റെ അളവിൽ 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ വേണ്ടത് ഒരു 1.5 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1.5, ഇപ്പം എരിവുള്ള മിച്ചർ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും, എരിവില്ലാത്തത് ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും. അപ്പം ഞാൻ എന്തായാലും ഒരു 1.5 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു സ്പൂണിൻ്റെ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുത്തു. അപ്പം നമ്മുടെ വേണ്ട പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് വെള്ളം ചേർക്കാം. വെള്ളം ചേർത്ത് നമ്മുടെ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പരുവല്ല, നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ്. അപ്പം ആ പരുവത്തിൽ വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. ഒത്തിരി വെള്ളമൊന്നും ആവരുത്. അപ്പം അത് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ അളവിൽ കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോളാക്കി മാറ്റി വെക്കാം. അത് നമുക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ബോളാക്കി വെക്കുന്നത്. ഇനി നമുക്ക് ഇതിനിയും നമ്മൾ സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായതിലേക്ക് നമ്മൾ കപ്പലണ്ടി ഇട്ട് കൊടുക്കുകയാണ്. പച്ച കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നീലക്കടല എന്നൊക്കെ പറയും. പച്ച കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ആ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് അതിനൊരു ബ്രൗൺ കളർ വരുമ്പോൾ, ഒത്തിരി അങ്ങ് കരിയാൻ പാടില്ല. ഇതാണ് അതിൻ്റെ പരുവെന്ന് പറയുന്നത്. ഈ കളറാകുമ്പോൾ നമുക്കത് കോരി മാറ്റാം. ഇനിയും കുറച്ച് കടലപ്പരിപ്പ് കൂടി ഒന്ന് വറുത്ത് കോരാം. നമ്മുടെ മിച്ചറിനകത്തുള്ള സംഭവങ്ങളൊക്കെയാണിത്. അപ്പോൾ കടലപ്പരിപ്പ് കുറച്ചെടുത്ത് അതൊന്ന് വറുക്കാം. അതും ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. ഇതുപോലെ ഒരു ബ്രൗൺ ആകുമ്പോൾ അത് മാറ്റാം. ഇനി അതിലേക്ക് കറിവേപ്പില ഇടുകയാണ്. കറിവേപ്പില പെട്ടെന്ന് നമ്മൾ എടുക്കണം. നല്ലതായിട്ട് എണ്ണ ചൂടായിരിക്കില്ല, അപ്പോൾ ഒത്തിരി അങ്ങ് അത് കരിയാൻ പാടില്ല. അതുകൊണ്ട് ഒന്ന് വാടി വരുമ്പോഴത്തേന് എളുപ്പം കോരിയെടുക്കണം. പിന്നെ ഇടാൻ പോകുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഞാൻ കുറച്ച് തോലോടുകൂടിയാണ് ഇടുന്നത്. നമ്മളപ്പം വെളുത്തുള്ളി എണ്ണയിലിടുമ്പം സൂക്ഷിക്കണം, ചിലപ്പോൾ അത് ഇങ്ങനെ ഒന്ന് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അത് ആ കുറച്ചൊക്കെ തൊലിയൊക്കെ മാറ്റിയിട്ടിടുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഞാൻ എടുത്തിരിക്കുന്ന നമ്മുടെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന നാഴി തന്നെയാണ്. അപ്പോൾ നാഴിക്കകത്ത് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. വലിയ ബലമൊന്നും പിടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അകത്ത് കുറച്ച് എണ്ണ തേച്ച് കൊടുത്തു. ഇനി അതിലേക്ക് മാവ്, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓരോ ബോളായിട്ടുള്ള മാവ് എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ബോളായിട്ട് ഇങ്ങനെ ഉരുട്ടിയിടുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എണ്ണത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മാവ് ഫില്ല് ചെയ്തു. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഈ മാവ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഈ നാഴിയുടെ എൻ്റെ ചില്ലുണ്ടല്ലോ, ചില്ലിൻ്റെ വലിപ്പം അനുസരിച്ച്, ഇപ്പം എൻ്റെ കയ്യിൽ ഇത്രയുള്ള വലിപ്പമുള്ളതാണ് ഇരിക്കുന്നത്. അപ്പം ഇപ്പം അതെല്ലാം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ച് തന്നെ അത് യൂസ് ചെയ്യുക. അപ്പോൾ അതിങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് വേണം നമ്മുടെ എണ്ണയിലേക്ക് ഇടാൻ, അല്ലെങ്കിൽ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും, കൂനയായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. ഓക്കെ, അത് ബ്രൗൺ കളറായിട്ടുണ്ട്. ഒത്തിരി ഇതും കരിയാൻ പാടില്ല. ഇതുപോലൊരു അതിൻ്റെ ആ മഞ്ഞ കളർ മാറി ഒരു ചുവപ്പാകുമ്പോഴത്തേക്ക് തന്നെ ഇത് നമുക്ക് മാറ്റാം.
2-3 വട്ടോടെ ഇടുകയാണ്. ഇത് നമ്മുടെ പക്കാവടയുടെ ചില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മാവ് തന്നെ മതി, നമുക്ക് പക്കാവട ഉണ്ടാക്കാൻ ഈ മാവ് തന്നെ മതി. അപ്പോൾ അതോടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അതും ഞാൻ വറുത്ത് കോരി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് പൊടി ഒന്ന് വിതറാം, അല്ല കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ എല്ലാം കൂടി ഒരു പാത്രത്തിലിട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ മിക്സർ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്ത് എളുപ്പമാണ് അത് ചെയ്യാൻ പറ്റിയത്. അപ്പം നമ്മുടെ മിക്സർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രമിക്കണം. എന്നിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ ഇതുപോലെ ഇടുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.